PV അൻവർ നിയമസഭാംഗത്വം രാജിവെച്ചതിന് പിന്നാലെ പ്രതികരണവുമായി നേതാക്കൾ. അൻവറിന്റെ പാർട്ടി പ്രവേശന കാര്യത്തിൽ പാർട്ടിയും UDF-ഉം ചേർന്ന് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. അൻവറിന്റെ കാര്യം പണ്ടേ വിട്ടതാണെന്ന് CPM പ്രതികരിച്ചു. PV അൻവറിന് മുന്നിൽ UDF-ലേക്കുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടുമില്ല. അൻവറിന്റെ UDF പ്രവേശനത്തിൽ ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അൻവർ UDF-മായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ UDF-നോട് ആ കാര്യം രേഖാമൂലമോ അല്ലാതെയോ അറിയിക്കുമ്പോഴാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൻവറിന്റെ പാർട്ടി പ്രവേശന കാര്യത്തിൽ UDF ആണ് തീരുമാനമെടുക്കേണ്ടതെന്നും UDF എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ലീഗ് ഉണ്ടാകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ഇനി ഈ കാര്യങ്ങൾ UDF ആണ് ആലോചിക്കേണ്ടത്. UDF കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ ഈ വിഷയത്തിൽ ലീഗ്. നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. താനും ജോയിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെന്നും തങ്ങൾക്കിടയിൽ തർക്കമില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. ഞങ്ങളെല്ലാവരും ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട്. അൻവറുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. അൻവറിന്റെ രാജി നിലമ്പൂരിൽ യാതൊരു ചലനവും ഉണ്ടാക്കില്ലെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV.